ഇതെൻ്റെ ഹസ്ബൻഡ് പേര് ജേക്കബ് എന്നാണ്. ആൾ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ലിവർപൂൾ സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആളിവിടെ ഞങ്ങളുടെ കല്യാണം October 17 ലാസ്റ്റ് ഇയർ കഴിഞ്ഞതാണ്. ബട്ട് നാട്ടിലത്തെ ചടങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്യാൻ വന്നിട്ട് ഇപ്പോൾ 3 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് എൻഡിങ് ഇന്ന് വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിരുന്നു. ഇവിടെയായിരുന്നു നടന്നത്. എല്ലാവരും വന്നതിന് താങ്ക് യു. നല്ലൊരു ഫങ്ഷനായിരുന്നു. സോ ഹാപ്പി. വി ബോത്ത് ആർ സോ ഹാപ്പി. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആണ്. എത്ര വർഷത്തെ? 1.5 വർഷം കഴിഞ്ഞു. ആളെന്താ ചെയ്യുന്നത്? ടീം ലീഡറാണ്. നെറ്റ്വർക്ക് റെയിൽവേസിൻ്റെ അവിടെ ടീം ലീഡറായിട്ട്. ഞങ്ങൾ ആദ്യം കാണുന്നൊരു 3.5 years മുന്നേ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കെയർ ഹോമിലാണ് എല്ലാവരും ഫസ്റ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കണ്ടതാണ്. ജസ്റ്റ് ഒരു കമ്പനി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു 1 year കഴിഞ്ഞ ശേഷമാണ് കുറച്ചുകൂടെ അടുത്തിറങ്ങിയത്. ഫസ്റ്റ് ഈ കാര്യം ജേക്കബിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടുകാർ? അവർ കുഴപ്പമുണ്ടായില്ല. എൻ്റെ ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ്, കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കിയുള്ളൂ. ഇഷ്യൂസൊന്നും. എൻ്റെ വീട്ടുകാർ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട് അവർ ഞാൻ ഹാപ്പി ആണെങ്കിൽ ദേ ആർ ഹാപ്പി. ആളെ കണ്ടായിരുന്നു അവർ വന്നപ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് അടുത്ത് പഴകാൻ പറ്റിയപ്പോൾ അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം മേ ബി അവർ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ഇവൻറ്റ് ചെയ്തത് ഡിവാൾഡി ഇവൻറ്റ്സ് ആണ്. വൈശാഖേട്ടൻ ചേട്ടനാണ് ഇവൻറ്റ് മൊത്തം ചെയ്തിരിക്കുന്നത്. ചേട്ടൻ ഒന്ന് വരും. ഡിവാൾഡി ഇവൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവൻറ്റ്. എൻ്റെ 3 ഫങ്ഷൻസും ചെയ്തത് ചേട്ടനാണ്. ഫുൾ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വരുമ്പോൾ കാണാം. കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഇപ്പം എൻ്റെ 3 ഫങ്ഷൻ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ സംഗീതമായിരുന്നു. അതിൻ്റെ കോസ്റ്റ്യൂം ശ്വാസ എന്ന് പറഞ്ഞൊരു ഹൈദരാബാദിലൊരു കുട്ടികൾ, അതൊരു 21-22 year old കുട്ടികൾ ചെയ്തിരിക്കുന്ന വർക്കാണ്. പക്ഷെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ട് കുട്ടികൾ തുടക്കത്തെ കുട്ടികളാണ്. പക്ഷെ അത് നന്നായിട്ട് ചെയ്തു തന്നിരുന്നു. പിന്നെ എൻ്റെ പിന്നെ മെഹന്തി ഫങ്ഷൻ വന്നത് നാട്ടിലത്തെ, അതായത് അവിടുത്തെ UK ഞാൻ ഇട്ടിരുന്ന വെഡ്ഡിങ് ഡ്രസ്സാണ് ഞാൻ ഇവിടെ മെഹന്തിക്ക് ഇട്ടായിരുന്നത്. കുറച്ച് ഡിഫറൻസ് ആക്കി മേക്കപ്പ് ചെയ്തോന്നേ ഉള്ളൂ. പിന്നെ വെഡ്ഡിങ് ചെയ്ത് നമ്മൾ ഷീമാട്ടിൽ നിന്ന് എടുത്താണ്. ആളുടെ എല്ലാ കോസ്റ്റ്യൂംസും വന്ന് എൻവോഗ് എന്ന് പറഞ്ഞാൽ കടവന്ത്രയിൽ എൻവോഗ് ഉണ്ട്. അവിടെ നിന്നാണ് ഫുൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുകയായിരുന്നു. പുള്ളിയുടെ ഫാമിലിയൊക്കെ വന്നിരുന്നോ? അമ്മയും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ കുറച്ച് ബിസി ആയതുകൊണ്ട് വരാനുണ്ട്. അമ്മയും പിന്നെ അച്ഛൻ്റെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഹോള് യൂസ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഹോളാണിത്. ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹോള് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടവും കംഫർട്ടും കുറേ നാളത്തെ പരിചയവും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നേറ്റ് തന്നെ ചൂസ് ചെയ്തു. നസീർക്കയുടെ ഹോളാണ്. എന്തോ ഇന്നേറ്റ് കൺവെൻഷൻ സെൻറ്റർ.